ഇന്ത്യൻ വ്യോമസേന ചൈനയെ പിന്തുള്ളി മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. അമേരിക്കയും റഷ്യയ്ക്കും പിന്നിൽ ഇന്ത്യ മൂന്നാമതെത്തി എന്ന് പറയുന്നത് എങ്കിൽ സംഭവം സത്യമാണ്. വേൾഡ് ഡയറക്ടർ ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് WDMMA എന്ന് പറയുന്ന സംഘടനയുടെ പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന ലോകത്തിൻ്റെ മൂന്നാം സ്ഥാനത്തെത്തിയ വിവരം പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ചൈനയ്ക്ക് നമ്മളെക്കാൾ കൂടുതൽ യുദ്ധവിമാനങ്ങളും മറ്റും ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ വ്യോമസേന കൂടുതൽ ആധുനികവും ദൗത്യങ്ങൾ നടത്താൻ കൂടുതൽ സജ്ജവുമാണ്. ആധുനിക പരിശീലനം, വേഗത്തിലുള്ള പ്രതികരണം, കൃത്യമായ ആക്രമണം എന്നിവയിലൂടെയാണ് ഇന്ത്യ ലോകത്തെ മൂന്നാം നമ്പർ, ഇന്ത്യയുടെ വ്യോമസേന ലോകത്തെ മൂന്നാമത്തെ വലിയ ശക്തിയായി മാറിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലടക്കം വ്യോമസേനയുടെ കൃത്യത കൂടി ഈ റിപ്പോർട്ടിൽ പരിഗണിച്ചിട്ടുണ്ട്. ഈ റാങ്കിങ് വിമാനത്തിന്റെ എണ്ണത്തെ മാത്രം അടിസ്ഥാനമാക്കിയല്ല തയ്യാറാക്കപ്പെടുന്നത്. പോരാട്ട ശക്തി, പ്രതിരോധ ശക്തി, ലോജിസ്റ്റിക് പിന്തുണ, പരിശീലനം, സാങ്കേതിക പുരോഗതി എന്നിവയിലെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഇത് ചെയ്യുന്നത്. ഒപ്പം തന്നെ TVR ട്രൂ വാല്യൂ പോയിന്റ് അടിസ്ഥാനത്തിലാണ് ഇതിനെ നിശ്ചയിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് 242.92 പോയിന്റും, റഷ്യയ്ക്ക് 114.23 പോയിന്റും, ഇന്ത്യക്ക് 69.44, ചൈനയ്ക്ക് 63.85 പോയിന്റ് നില. ചൈനയ്ക്ക് പിന്നിലെ ജപ്പാൻ അണിനിരക്കുന്നു 58.1% പോയിന്റുമായിട്ടാണ്. ഈ റാങ്കിങ്ങിൽ ജപ്പാൻ 5ാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഏതായാലും WDMMAയുടെ ഈ സ്കെയിൽ ഉപയോഗിച്ചാണ് ഈ രീതിയിൽ കണക്ക് കൂട്ടുന്നത്. ഏതായാലും ചൈന, അതിനുള്ള കാരണങ്ങൾ അവർ പറയുന്നു. ചൈന കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ട് അവരുടെ സാങ്കേതിക വിദ്യകളും വ്യോമസേനയും നവീകരിക്കുന്നതിന് വലിയ ശ്രദ്ധ പതിപ്പിക്കുന്നു. ഇന്ത്യ ആകട്ടെ തന്ത്രങ്ങളിൽ മാത്രമല്ല, പൈലറ്റ് പരിശീലനം, യുദ്ധസജ്ജത, ഒപ്പം തന്നെ മികച്ച പരിശീലനം, ദ്രുതഗതിയിലുള്ള പ്രതികരണം, വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ഒരു ശേഷി, ഇതൊക്കെയാണ്. അതുപോലെ തന്നെ കൃത്യതയുള്ള പ്രഹരശേഷി, ഇതും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്താണ് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.